അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയശങ്കർ ഋക്കുവിനോട് തനിയെ വിളിച്ചിട്ട് പറയുകയാണ്, മോളെ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത് നീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം നടക്കണമെങ്കിൽ നീ അവിടെ കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങോട്ട് പോകാൻ പറയുന്നത്. അല്ലാതെ നീ ഇവിടെ നിൽക്കുന്നതോ അച്ചു ഇവിടെ നിൽക്കുന്നതോ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ഋക്കു ചോദിക്കേണ്ടത് എന്താ ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെയും അർച്ചനയെ തോൽപ്പിക്കണം, അതുപോലെ ചിന്നുവിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് ചെയ്യണമെങ്കിൽ അത് നിൻ്റെ സഹായം വേണം. നീ അവിടെ നിന്നെങ്കിൽ മാത്രമേ അർച്ചനയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയണത് എന്നിങ്ങനെ വിജയശങ്കർ രുക്കുവിനോട് പറയണം കേട്ടോ. അതിനുശേഷം രുക്കു ഏൽക്കുകയാണ്, ശരി എന്നാൽ ഞാൻ പോവാം അങ്ങോട്ടേക്ക്, ഏട്ടന് വേണ്ടി ഞാൻ എന്തായാലും പോകാം, ഇന്ന് അച്ചു വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയണം കേട്ടോ. അതേസമയം അർച്ചന ചിന്നുവിനോട് പറഞ്ഞിട്ട് ജെയ്ക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ചിലപ്പോൾ അയാൾ താക്കോല് തരാൻ വേണ്ടിയിട്ടായിരിക്കും. മോള് വന്നു കഴിഞ്ഞാൽ മോൾക്കതൊരു വിഷമമാവുള്ളൂ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അർച്ചന തന്നെ ജെയ്ക്കയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ജെയ്ക്കയുടെ വീട്ടിലെത്തിയതും ജെയ്ക്കയോട് അർച്ചന ചോദിക്കണം, എന്താണ് പറഞ്ഞത്, താൻ കാണണം പറഞ്ഞല്ലോ, സാറ് കാണണം പറഞ്ഞല്ലോ, എന്താണാവോ ചോദിക്കും. ഭവതി വന്നോട്ടെ, ഭവതിയോടല്ല കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ എനിക്ക്. അതുകൊണ്ട് ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുകയാണ്, അതുപോലെ വെള്ളമില്ല, പല അസൗകര്യങ്ങളും ഉണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്കാകെ സന്തോഷമാണ് വരുന്നത്. അർച്ചന പറയും, ആണോ അങ്ങനെയാണോ, എങ്കിലേ അസൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്ന് സാറ് അന്ന് ഒഴിവാക്കി തന്നാൽ മതി, സാറൊന്ന് ഇറങ്ങിയാട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ജെയ്ക്കെ വിചാരിക്കണം, ഓഹോ അപ്പം ഞാൻ പറഞ്ഞത് തന്നെ തിരിച്ച് പറയണല്ലേ. അതുകൊണ്ട് ഭവതി ഏതായാലും എഗ്രിമെൻറ്റ് 11 മാസമാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരണം, അതിനാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ജെയ്ക്കെ പറയണം കേട്ടോ. ജെയ്ക്കെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒഴിയില്ല 11 മാസം എന്നുള്ളത് സത്യമായ കാരണമാണ്. അർച്ച 18 അടവും പയറ്റുന്നുണ്ട് ജെയ്ക്കെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ജെയ്ക്കെ അവിടെ നിന്ന് ഇറങ്ങില്ല കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?